പോത്ത് പശു എന്നൊക്കെ പറഞ്ഞ് വെട്ടുപോത്തിനെ പോലെ ബീഹാറിലേക്ക് പോയ പാർട്ടിയാണ് BJP. ബീഹാറിനെ മാത്രമല്ല ഇന്ത്യയെ ആകെ വിറപ്പിക്കാൻ പോയ പോക്ക്. എന്തു ചെയ്യും? പശുപ്രാക്കേറ്റ അവസ്ഥയിലാണിപ്പോൾ. ബീഹാറിൽ മോദി പടിഞ്ഞു വീണുപോയി. മോദിയുടെ വീഴ്ചയാണെങ്കിൽ ദില്ലിയിൽ നിന്നേ ആരംഭിച്ചതാണല്ലോ. അതിന്മേൽ ബീഫ് കൊലപാതകങ്ങളും പശുപ്രേമവും അസഹിഷ്ണുതയുമെല്ലാം ആയതോടെ ഒരു തീരുമാനമായിരിക്കുന്നു. ബീഹാറിൽ നിന്ന് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ മോദി ആൻഡ് കമ്പനിയെ അടിച്ചോടിച്ചു കളഞ്ഞു. നിതീഷിനെയും ലാലുവിനെയും അവരുടെ തറവാട്ടിൽ നിന്ന് തന്നെ കെട്ടുകെട്ടിക്കാൻ മോദിയെ കൊണ്ടിറക്കാൻ അമിത്ഷായും കുടുംബവും ആലോചിച്ച് ഉറപ്പിച്ചിറങ്ങിയതാണ്. ഒടുവിൽ എല്ലാം ഒരു ദുരന്തത്തിലെത്തി. ആ കഥ ഇങ്ങനെ. താമൂട്ടമല്ലാത്ത ഒരാളാ വെട്ടൊന്ന് തുണ്ടൻ രണ്ട്. അതാ പ്രകൃതം. ആ പ്രകൃതം ഉള്ളതുകൊണ്ടാ അമ്മാവന് കത്ത് എഴുതുന്നത്. അമ്മാവൻ അത്രയ്ക്ക് ശക്തനാണോ? കൊള്ളാം. ഒരു 10 പേര് ഒരുമിച്ചിടാങ്കിൽ അമ്മാവൻ ഒറ്റ കളി നേരിടും. കരാട്ടെ, ജൂഡോ, കുങ്ഫു, കളരിപ്പേറ്റ്. അമ്മാവനല്ലാത്ത ഒറ്റ അഭ്യാസങ്ങൾ ഈ ലോകത്തില്ല. അമ്മാവൻ ഈ കാലവാറിനെ അടിച്ചിട്ട് ചമ്മന്തിയാക്കും. എനിക്കതുകൊണ്ട് കൈയൊട്ടിച്ചില്ല. എത്രയും പെട്ടെന്ന് അമ്മാവനെയും വന്നാൽ മതിയായിരുന്നു. പണിക്കർ? അതെ. അവൻ ഇനി വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. രാമോട്ടാ, അയാളെ ഒന്നും ചെയ്യല്ലേ. പാവം പേടിച്ചിരിക്കുക. എടീ കാർത്തിയാനി, ഇത് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ? ഞാനേ ഇത് വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്തോളാം. അതുപോലെ നല്ല ഇടി കൊടുക്കണം. ആത്മപ്രശംസ എനിക്കിഷ്ടമല്ല. എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. കുത്തും കൊലയും ഒക്കെ എന്റെ ബോംബെ ജീവിതത്തിലെ നിത്യ സംഭവങ്ങളാണ്. എത്രയോ പേരെ ഞാൻ കുത്തിയിട്ടുണ്ട്. എത്രയോ വർഷം ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. ബോംബെയിലെ അധോലോകം ദാമോദർജി എന്ന് കേട്ട ഞെട്ടി വിറയ്ക്കും. ആരാണയാൾ? ഞാനാണ് അയാൾ. ശിവസേനക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഏത് കൊലകൊമ്പനായ ശിവസേനക്കാരനായാലും ഒരാളുടെ മുമ്പിൽ മാത്രമേ അവിടെ മുണ്ടിന്റെ മടയിൽ കുത്തയച്ചിടാറുള്ളൂ. ആ ആളാണ് ഈ ദാമോദർജി. നിങ്ങൾക്ക് ഞാൻ 1 മണിക്കൂർ സമയം കൂടെ തരുന്നു. സിർഫ് 1 ഘണ്ട. ആ സമയം നിങ്ങളുടെ സാധനങ്ങൾ പായ്ക്കാനുള്ള സമയമാണ്. സമജാ? ഇവിടെ ഒരു ചോരക്കളം സൃഷ്ടിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പറയാണ്. കൃത്യം 12 അടിക്കുമ്പോൾ പണിക്ക് പുറത്തിറങ്ങിയിരിക്കണം. യാദ് രഖന, കൃത്യം 12 മണി. ठीक 12 बजे. नहीं तो मैं तुम्हें जिंदा नहीं छोड़ूंगा. समझा? തീരുമാനം ആയോ? ആയി. എന്താണ് ആ തീരുമാനം? ഗോപാലകൃഷ്ണ പണിക്കർ എന്ന ഹൗസ് ഓണർ അയാളുടെ വീട്ടിൽ തന്നെ താമസിക്കും എന്നാണ് ആ തീരുമാനം. ഏത് വീട്ടിൽ? ഈ വീട്ടിൽ, എന്റെ ഈ വീട്ടിൽ. ഫിക്കർ മത് കരോ ബേട്ടി. അവന് കാര്യം മനസ്സിലായി. രാമോട്ടൻ നിലവെല്ലാം ചെയ്തോ? അത് വേണ്ടി വന്നില്ല. അല്ലാതെ എല്ലാം മനസ്സിലായി. അല്ല അമ്മാവൻ പോവാണോ? ഇന്ന് പുറപ്പെട്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാണ് മോളെ. ട്രെയിന് സമയമായി. അവിടെ ഇനി പിന്നെ ഈ ശിവസേനക്കാരോടുള്ള കേസിന്റെ വാദം ഇന്ന് തുടങ്ങുക. ഞാനതങ്ങ് മറന്നുപോയി. അവനെ പറ്റി നിങ്ങൾ ആരും ഒന്നും വിഷമിക്കണ്ട. എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ദാമോദര നിക്കണവിടെ. അതോ ലോക ദാമോദര. മോദി ആൻഡ് ടീമിന്റെ ഏർപ്പാടുകളൊന്നും ഫലവത്തായില്ല എന്ന് സാരം. നിതീഷ് കുമാർ തന്നെ ഹീറോയായി. കൂട്ടുകാരൻ ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടി മഹാസഖ്യത്തിലെ ഏറ്റവും വലിയ കക്ഷിയായെങ്കിലും നിതീഷ് തന്നെയാണത്രേ മുഖ്യമന്ത്രി. എന്തായാലും മോദിയെ കെട്ടുകെട്ടിച്ച ലാലുവിന്റെ പഴയ ചില മിമിക്രി പരിപാടികൾ ഇപ്പോൾ ഓർക്കുന്നത് രസകരമാണ്. മോദിയെ ഓടിക്കാൻ ജനത്തെ സജ്ജമാക്കിയ ആ അനുകരണങ്ങൾ. विद्यार्थी परिषद का लड़का आगे बैठ के मोदी 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 जवाब है भाई। भैया बनो गा रहा ഒരാപത്ത് ഒരു മോടിക്കളയാവോ? എടാ അതൊരു ആപത്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണ്ടേ? നീ അവരെ വളയ്ക്കാണെന്നല്ലേ ഞങ്ങൾ വിചാരിച്ചത്. ഇമാതിരി ഓട്ടം തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴും മോദി ഓടിയത്. മോദിയെ ഓടിച്ചതിന് ശേഷം നിതീഷും ലാലുവും കൂട്ടരും ആഘോഷത്തിമിർപ്പിലാണ്. ബീഹാറിൽ കമ്മ്യൂണിസ്റ്റുകൾ ജനതാ പരിവാറിനെതിരായാണ് മത്സരിച്ചതെങ്കിലും BJP തോറ്റുകഴിഞ്ഞപ്പോൾ സഖാക്കൾക്കും ആഹ്ലാദമടക്കാൻ വയ്യാതായി. VS അച്യുതാനന്ദൻ ആ പശുപ്രാക്ക് ആവർത്തിച്ചു. പശു അമ്മയാണെങ്കിൽ പോത്താരാണ് എന്ന പ്രാക്ക് ചോദ്യം. പശു ഞങ്ങളുടെ അമ്മയാണ്, പശു ഞങ്ങളുടെ അമ്മയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, കാളയോ? അപ്പൊ കാള എൻ്റെ സ്നേഹിതന്മാരായ BJPക്കാരുടെ തന്തയാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് ഫലം അറിഞ്ഞ ഉടനെ VS നിതീഷിനെ വിളിച്ച് അഭിനന്ദിച്ചതാണ്. എന്തിന്? മോദി പോലും അഭിനന്ദിച്ച് കളഞ്ഞില്ലേ?
ഇതെല്ലാം കേട്ട് എങ്ങനെ നിതീഷും ലാലുവും ആഘോഷിക്കാതിരിക്കും? അതൊരിടവേള കഴിഞ്ഞ്. कोई हमें स्टार कहे, कोई सरकार कहे.